ഹായ് സ്റ്റുഡൻറ്റ്, ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ് 10ൻ്റെ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എക്സസൈസ് ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയ ക്വസ്റ്റ്യൻ. ദർ ഇസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് എ സ്പോർട്സ് ഫീൽഡ്. സോണിയ ടേക്ക് 18 minutes to drive one round of the field, while Devi takes her 12 minutes for the same. Suppose they both start at the same point and the same time and go in the same direction. After how many minutes will they meet again at the starting point? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ഇസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് എ സ്പോർട്സ് ഫീൽഡ്. ഒരു സ്പോർട്സ് ഫീൽഡിന് ചുറ്റും വൃത്താകൃതിയിൽ ഒരു വഴിയുണ്ട് അല്ലേ. സോണിയ ടേക്സ് 18 minutes to drive one round of the field. ഈ ഫീൽഡിൽ സോണിയ ഡ്രൈവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 80 minutes ആണ്. സോണിയ ഒരു വട്ടം ഡ്രൈവ് ചെയ്യാൻ എടുക്കുന്ന ഫീൽഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 80 minutes സോണിയ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കൂടാതെ while രവി 12 minutes for the same. രവി അതേ പോയിന്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നതിന് 12 minutes മാത്രമേ എടുത്തിട്ടുള്ളൂ. 12 minutes രവി അല്ലേ. രവി എടുത്തിരിക്കുന്നത് എത്രയാണ്? 12 minutes. പിന്നെ എന്താ പറയുക? സപ്പോസ് ദേ ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ് ആൻഡ് ദ സെയിം ടൈം ആൻഡ് ഗോ ഇൻ ദി സെയിം ഡയറക്ഷൻ. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലും ഒരേ ഡയറക്ഷനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരേ ടൈമിലും ഒരേ ഡയറക്ഷനിലും ഒരേ പോയിന്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി എത്ര മിനിറ്റിന് ശേഷമാണ് അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം രവിയും സോണിയുമാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോണിയയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ 80 minutes ആണ് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതേ പോയിന്റിൽ നിന്ന് യാത്ര തുടങ്ങിയ രവി എടുക്കുന്നത് 12 minutes-ഉമാണ് അല്ലേ. ഇവർ രണ്ടുപേരും ഒരേ ടൈമിലും ഒരേ ഡയറക്ഷനിലും പിന്നെന്താണ് ഒരേ പോയിന്റിൽ നിന്നുമാണ് യാത്ര തുടങ്ങുന്നത് അല്ലേ. അപ്പം ഇനി എന്താണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അവർ ഏത് ടൈമിലാണ് അവരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും ഒരുമിച്ച് കാണുവാൻ പറ്റുന്നത്, ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, എത്ര മിനിറ്റ്സുകൾക്ക് ശേഷമാണ്, എത്ര റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോഴാണ് കാണാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സോണിയയുടെ കേസ് എടുക്കുമ്പോൾ സോണിയ ഡ്രൈവ് ചെയ്യുന്നത് അതായത് 80 minutes ആണ് അല്ലേ. ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 80 minutes ആണ്. അങ്ങനെയാണെങ്കിൽ 2 times റൗണ്ട് ട്രൈ ചെയ്യുമ്പം എത്ര മിനിറ്റ്സ് എടുക്കുന്നത്? അത് 18 ആണെങ്കിൽ വീണ്ടും ഒരു 18 കൂടെ 2 പ്രാവശ്യം ആകുമ്പോൾ വീണ്ടും ഒരു 18 കൂടെ കൂടും അല്ലേ. അപ്പോൾ 18 + 8 36 അല്ലേ. 18 × 2 എന്ന് പറയുന്നത് 36 അല്ലേ. 36 വീണ്ടും ഒരു ടൈമും കൂടെ എടുക്കും, ഒരു ഫീൽഡും കൂടെ, അതായത് ഒരു റൗണ്ടും കൂടെ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ എത്ര എടുക്കും? 36 + 18. 36 + 18 എത്രയാണ്? 54 അല്ലേ. എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഇനി നമുക്ക് രവിയുടെ കാര്യം നോക്കാം. രവി ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 12 minutes ആണ് അല്ലേ. രവി 12 minutes മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നാൽ ഇവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. രണ്ടാമത്തെ റൗണ്ട് നോക്കിക്കേ. ആദ്യം ഒരു റൗണ്ടിലാണെങ്കിൽ 12 minutes ആണ്. രണ്ടാമത്തെ റൗണ്ട് വരുമ്പോൾ 12 + 12 24 ആണ്. മൂന്നാമത്തെ റൗണ്ട് വരുമ്പോൾ എത്രയാണ്? 36 വരുന്നുണ്ട് അല്ലേ. 36 നാലാമത്തെ റൗണ്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? 36 + 12 48 അല്ലേ. 48 വരും. എക്സെട്ര ഇങ്ങനെ പോകുന്നു. അപ്പം ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സോണിയ 80 minutes ആണ് ഒരു റൗണ്ടിന്. 2 റൗണ്ട് ആകുമ്പോൾ 36, 3 റൗണ്ട് ആകുമ്പോൾ 54 അല്ലേ. രവി ആണെങ്കിൽ ഫസ്റ്റ് 12 minutes, സെക്കൻഡ് 24, 36 ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും, അതായത് സോണിയ ഒരു റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോൾ 36 minutes എടുക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ റൗണ്ട് ആകുമ്പോൾ സോണിയായിട്ട് മീറ്റ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നുണ്ട്. 36 minutes-ലാണ് ഇവർ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തുന്നത്. അപ്പം നമുക്ക് എത്ര മിനിറ്റ് കഴിഞ്ഞാലായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നതിൻ്റെ ആൻസർ ആയില്ലേ. എത്രയാണ്? 36 minutes കഴിഞ്ഞാലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് പെടുന്നത്. അതായത് സോണിയ
2 റൗണ്ടും രവി 3 റൗണ്ട് ആ സമയം സോണിയ 2 റൗണ്ട് എടുക്കുന്ന സമയം കൊണ്ട് രവി 3 റൗണ്ട് ചുറ്റി സോണിയയുടെ അടുത്ത് വരുന്നത്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നു. അപ്പോൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ടൈമായി. ഇനി ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ LCM കാണണം അല്ലേ? LCM ആണ് ഇതെങ്ങനെ നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് HCF കാണാൻ വരുന്നത്? എന്തുകൊണ്ടാണ്? അതായത് നമുക്കറിയാം 80 മിനിറ്റും അത് കണക്ക് തന്നെ ഒരാളുടേത് രവിയുടെ 12 മിനിറ്റുമാണ് അല്ലേ? എന്തായാലും അവരിനി മീറ്റ് ചെയ്യുമ്പോൾ 8നും 12നും ഇടയിൽ ഒരു നമ്പർ ആവില്ല അല്ലേ? അതിൽ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാവുന്ന കേസിൽ LCM ആണ് എടുക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? LCM എപ്പോഴും നമ്മൾ കാണുമ്പോൾ എന്താണ്? LCM എന്ന് പറയുന്ന തന്നിരിക്കുന്ന നമ്പറോ അതിന് മുകളിലുള്ള നമ്പറോ ആയിരിക്കും, അതിൽ കൂടിയ സംഖ്യയോ ആയിരിക്കും അല്ലേ നമുക്ക് ആൻസറായി കിട്ടുന്നത്. നേരെ മറിച്ച് HCF എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള ചെറിയ നമ്പറോ അല്ലെങ്കിൽ അതേ നമ്പറോ തന്നെ ആയിരിക്കും. ഇപ്പം ഇവിടുത്തെ കേസിൽ നമ്മൾ വലിയ നമ്പറാണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള നമ്പർ അല്ല വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ LCM എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ. കാണിച്ചാൽ LCM HCF എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ഉണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് നോക്കാം. നമുക്ക് 18ൻ്റെയും 12ൻ്റെയും നമുക്ക് LCM കാണാം. ഇപ്പോൾ LCM കാണുന്നത് എങ്ങനെ? നമ്മൾ ആദ്യം തന്നെ ഫാക്ടറൈസ് ചെയ്യണം. 18നെ 2 വെച്ച് 9 2s are 18, പിന്നെ 3 വെച്ചിട്ട് 3 3s are 9 അല്ലേ? അപ്പം നമുക്ക് 18ൻ്റെ എങ്ങനെ കിട്ടി? 18 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 സ്ക്വയർ. 3 രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് 3 സ്ക്വയർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി 12ൻ്റെ നോക്കാം. 12ൻ്റെ ആകുമ്പോൾ 2 വെച്ചിട്ട് 6 2s are 12, 2 3 2s are 6. അപ്പം നമുക്ക് 12ൻ്റെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ LCM കാണുമ്പോൾ LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് പവർ ഉണ്ടായിരിക്കണം, ഫാക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കണം അല്ലേ? ഇവിടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്നകത്ത് ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ്? 2ൻ്റെ പവർ 2 സ്ക്വയർ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളത്, 3യുടെ പവർ 3 സ്ക്വയർ അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ വരുമ്പം 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു 3 സ്ക്വയർ 9 അല്ലേ? അപ്പം എത്ര കിട്ടി നമുക്ക്? 36. അപ്പം ഇവർ രണ്ടിൽ മീറ്റ് ചെയ്യുന്ന അതെന്താ ഏത് ടൈമിലാണ്? 36 മിനിറ്റ്സിലാണ് അവർ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു പെടുന്നത്. അതായത് ഒരാൾ 2 റൗണ്ടും ഒരാൾ ആ സമയം കൊണ്ട് 3 റൗണ്ടും ഫിനിഷ് ചെയ്ത് 36 മിനിറ്റിലാകുമ്പോൾ വീണ്ടും അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവർ എത്തുന്നു. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കീവേഡ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാം, സമയം ലാഭിക്കുകയും ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കീവേഡ്സ് വരുന്ന LCMനെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും, അതായത് മിനിമം എന്ന് കാണുവാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും മിനിമം എന്ന് കാണുവാണെങ്കിലോ, ലീസ്റ്റ്, സ്മാളസ്റ്റ്, അതുപോലെ തന്നെ ടുഗദർ, സൈമിൾട്ടേനിയസ്ലി, മീറ്റ് അഗെയിൻ, റിപ്പീറ്റ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ കാണുവാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. LCM കണ്ടാൽ മതിയെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. അതെന്ന് വെച്ചാൽ മിനിമം, ലീസ്റ്റ്, സ്മാളസ്റ്റ്, ടുഗദർ, സൈമിൾട്ടേനിയസ്ലി, മീറ്റ് അഗെയിൻ, റിപ്പീറ്റ്. ഇത് നിങ്ങൾ ഇതേപോലെ അങ്ങ് പഠിച്ചു വെക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും വേർഡ്സ് അതിൽ കാണും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ അത് കണ്ട ഉടനെ നമുക്ക് പെട്ടെന്ന് അറിയണം LCM ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും മനസ്സിലാകും നമുക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അതായത് ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ HCF എന്നും, അതുപോലെ തന്നെ വലുതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതിലും വലിയൊരു സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ LCM ആയിരിക്കും. കാരണം വെച്ചാൽ LCM കാണുമ്പോൾ നമുക്ക് അത് ഒന്നില്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പർ അതുപോലുള്ള അത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിലും വലിയ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. തന്നിരിക്കുന്ന നമ്പറിന് തുല്യമോ അതിനേക്കാൾ വലിയ നമ്പറോ ആണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ LCM കാണും. അതല്ല അതിനേക്കാൾ ചെറിയ സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ HCF കാണും. അപ്പോൾ നിങ്ങൾക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം ഇതുപോലെ ഏതെങ്കിലും ഒരു കീവേഡ്സ് കാണും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റണം അത് LCM ആണെന്ന്. നമുക്ക് ആലോചിക്കാനല്ല, പെട്ടെന്ന് ആൻസറും ചെയ്യാൻ പറ്റും.
ഓക്കെ, എച്ച് സി എഫിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും മാക്സിമം എന്ന് കണ്ടാൽ അത് എച്ച് സി എഫ് ആണ്. മാക്സിമം, ഹയസ്റ്റ്, ഗ്രേറ്റസ്റ്റ്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഡിവൈഡ് ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് സൈസ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണ്. ക്വസ്റ്റ്യൻസിൽ എൻഡിങ്ങിലൊക്കെ ആ ഒരു കീവേഡ്സ് കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ മനസ്സിലാകണം അത് എച്ച് സി എഫ് ആണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, ആലോചിച്ചിരിക്കാതെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പ്രോബ്ലം മനസ്സിലായല്ലോ. ഈ കീവേഡ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. 2020 ഒരു CBSE ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. An army contingent of 6 tall members into the march behind an army band of 48 members in a parade. The two groups are to march in the same number of columns. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളം ഇൻ വിച്ച് ദേ ക്യാൻ മാർച്ച് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 48 മെമ്പേഴ്സിനെ, ആർമി ബാൻഡ് ഓഫ് 48 മെമ്പേഴ്സിനെ പരേഡ്, അതായത് 48 മെമ്പേഴ്സ് ഉള്ള ആർമി ബാൻഡ് പരേഡിൽ അല്ലേ, പരേഡിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഫ്രണ്ടിൽ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ പുറകിലായിട്ട് 612 ആർമി സംഘത്തിൽപ്പെട്ട 6 tall മെമ്പേഴ്സും പരേഡ് ചെയ്യാനായിട്ട് അവരുടെ പുറകിലായിട്ടുണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ദ ടു ഗ്രൂപ്പ്സ് ആർ മാർച്ച് ഇൻ ദ സെയിം നമ്പർ ഓഫ് കോളംസ്. ഈ രണ്ട് ഗ്രൂപ്പുകാർക്കും, അതായത് രണ്ട് സംഘത്തിൽപ്പെട്ടവർക്കും, അതായത് ആർമി ബാൻഡുകാർക്കും പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർമി കോണ്ടിൻജൻറ്റ് ഓഫ് മെമ്പേഴ്സിന്, അതായത് ആർമി സംഘത്തിൽപ്പെട്ട സൈനികർക്കും, അതായത് 6 tall മെമ്പേഴ്സാണ് അവരുടെ പറഞ്ഞിരിക്കുന്നത്, അവർ മാർച്ച് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെയും ഗ്രൂപ്പ്സ് എന്ന് സെയിം ഗ്രൂപ്പ്സ് ആർ ഇൻ ടു മാർച്ച് ഇൻ ദ സെയിം നമ്പർ ഓഫ് കോളം. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കോളംസ് ആണ് വേണ്ടത്. അതായത് ഇങ്ങനെയാണ്, അതായത് ഇപ്പം മാർച്ചുകാരെ, ആർമി ബാൻഡ്സുകാരെ നമ്മൾ 2 കോളംസ് ആയിട്ടാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ സൈനികരും, അതായത് 612 സൈനികരെയും 2 വരികളിലായിട്ട് 2 കോളംസിലായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഒട്ടും തന്നെ ബാക്കി മിച്ചം വെക്കാത്ത രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ദ ടു ഗ്രൂപ്പ്സ് ആണ് മാറ്റുന്നത് സെയിം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആർമി ബാൻഡുകാർ എത്രയാണ്? 48 മെമ്പേഴ്സാണ്. ഇത് 2 കോളംസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ കോളത്തിൽ 24ഉം ഈ കോളത്തിൽ 24ഉം ആയിരിക്കണം, ആണല്ലോ. അത് കണക്ക് തന്നെ അപ്പോൾ എന്താണ്, ഇവർ 2 കോളംസ് ആയതുകൊണ്ട് പിന്നെ സൈനികരും എന്താണ്, 612 പേരും എന്താണ് 2 കോളംസ് ആയിട്ടായിരിക്കണം പരേഡ് നടത്തേണ്ടത്. അതായത് ഇവർ 3 ആണെങ്കിൽ ഇവർ 3 ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരേ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കണം അവർക്ക് ഉണ്ടായിരുന്നത്. ഒട്ടും തന്നെ ബാക്കി വെക്കാൻ പാടില്ല, തുല്യമായിട്ടായിരിക്കണം. അവർ 3 കോളംസ് ആയിട്ടാണെങ്കിൽ ആർമി ബാൻഡുകാർ 3 കോളംസ് ആയിട്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളം ഇൻ വിച്ച് ദേ ക്യാൻ മാർച്ച്? അവർക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്രയായിരിക്കും വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പം നമ്മൾ എന്താണ് മാക്സിമം, എന്താണ് HCF ആണ് കാണേണ്ടത്. കീവേഡ്സ് നോക്കിയാൽ മതി. മാക്സിമം ഒന്ന് കാണുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്താണ് HCF കാണുന്നത്? ആരുടെയൊക്കെ? 6 12ൻ്റെയും പിന്നെ ആരുടെയായിരുന്നു 48ൻ്റെയും നമ്മൾ HCF കണ്ടാൽ മാത്രം മതി, ആൻസർ കിട്ടും. അപ്പം നമുക്ക് നോക്കിക്കളയാം അല്ലേ. 6 12 48 കണ്ടോ. അപ്പം ഇതിൻ്റെ നമുക്ക് എന്താണ് HCF കണ്ടുപിടിക്കുക. HCF കണ്ടുപിടിക്കാൻ അറിയാമല്ലോ അല്ലേ. നമുക്ക് HCF കണ്ടു കളയാം. 6 12ൻ്റെ നമ്മൾ 2 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. 2 കൊണ്ടാകുമ്പം 3 2s are 6, പിന്നെയോ 0, 1 വരുന്നത് 0, 6 2s are 12 അല്ലേ. വീണ്ടും 2 കൊണ്ട് 1 2s are 2, 5 2s are 10, 3 2s are 6 അല്ലേ. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം അല്ലേ. 3 കൊണ്ട് നോക്കിക്കേ എങ്ങനെയാണ്. 3 5s are 50, 1 3s are 3 ആണല്ലോ. അപ്പം നോക്കിക്കേ ഇനി ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇനി 3 കൊണ്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്? 5 + 1 6, 6നെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? 1 3s are 1, 7 3s are 21. ഇനി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈം നമ്പർ എത്തിക്കഴിഞ്ഞു. മനസ്സിലായോ? അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? 6 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 square × 3 square × 17 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അതായത് 6 12നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയ ഫാക്ടേഴ്സ് ആണ് 2 raised to 2 × 3 raised to 2
ഇൻറ്റു 17 എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 48നെ കണ്ടുകളയാം. 48നെ വരുമ്പോഴത്തേക്ക് 2 വെച്ചിട്ട് 2 2s are 4, 4 2s are 8 അല്ലേ? വീണ്ടും 2 ഉണ്ട്, 1 2s are 2, 2 2s are 4, വീണ്ടും 2 കൊണ്ട് 6 2s are 12, വീണ്ടും 2 കൊണ്ട് 3 2s are 6 ആണല്ലോ. കിട്ടിയല്ലോ ആൻസർ. ഇനി നമുക്ക് നോക്കാം ഏതാണെന്ന്. അതായത് 2⁴ ഇൻറ്റു 3 ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ ആണല്ലോ. അതായത് ഫാക്ടേഴ്സ് കിട്ടിയിരിക്കുന്നത് 2⁴ ഇൻറ്റു 3 ആണ്. നമുക്ക് നോക്കിക്കേ, അപ്പോൾ ഈ രണ്ട് ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് HCF കാണുന്നത്? HCF കാണാനായിട്ട് നോക്കണം, നമ്മൾ എന്താണ് കോമൺ ആയിട്ട് ഏത് നമ്പറാണോ കോമൺ ആയിട്ടുള്ളത് അതിൻ്റെ സ്മോളസ്റ്റ് പവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതിൽ കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്, നമുക്ക് 3 ഉണ്ട് അല്ലേ. ഈ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കോമൺ ആയിട്ട് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് സ്മോളസ്റ്റ് പവർ ഏതാണെന്ന് നോക്കണം. 2² ആണോ 2⁴ ആണോ? 2² അല്ലേ. ഇവിടെയോ 3⁴ അപ്പോൾ 3⁴ എന്ന് പറഞ്ഞാൽ 3, 2⁴ എന്ന് പറഞ്ഞാൽ 4, 4 ഇൻറ്റു 3 = 12. കണ്ടോ ആൻസർ കിട്ടിയത്? കണ്ടോ HCF കണ്ടപ്പോൾ കണ്ടോ, നമുക്ക് ഇതിനേലും ഒരു സ്മോൾ നമ്പറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് HCF ചെയ്തപ്പോൾ. അപ്പം നമുക്ക് എത്ര കോളംസ് ആണ് വേണ്ടത്? മാക്സിമം കോളംസ് എത്രയാണ് വേണ്ടത്? 12 കോളംസ് ആണ് നമുക്ക് മാക്സിമം ഇവരെ അണിനിരത്താനായിട്ട്, അവർക്ക് പരേഡ് ചെയ്യാനായിട്ട് വേണ്ട കോളംസ് എന്ന് പറയുന്നത് 12 കോളംസ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇവിടെ കീവേഡ്സ് കാണും, പെട്ടെന്ന് തന്നെ നമുക്ക് സമയം ലാഭിക്കാം, പെട്ടെന്ന് നമുക്ക് എഴുതി കാണാൻ പറ്റും ആൻസർ. ഓക്കെ ആണല്ലോ. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കീവേഡ്സ് ഒക്കെ വീട്ടിൽ ഇരുന്ന് ഒന്നുകൂടെ നോക്കി പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുപോലെ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ.